അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുഹമ്മദ് KVK കിഴക്കേ വലിയ ഹൗസ് മുടവന്തിരിപ്പിയോ വഴി വടകര കാലിക്കറ്റ് കേരള. ഞാൻ പഠിച്ചിരിക്കുന്നത് റഹ്മാനി ആർമി കോളേജ് കടമേരിയിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉരുണ്ടപ്പള്ളി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വിദ്യാഭ്യാസ രീതിയിൽ അവിടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ടെക്നിക്കൽ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എന്നീ മേഖലകളിൽ ഒഴിവുള്ള സമയങ്ങളിൽ 10ാം ക്ലാസ് അതുപോലെ തന്നെ +2 ഡിഗ്രി തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ പഠിച്ചു കഴിഞ്ഞവർക്കും ഒഴിവ് സമയങ്ങളിൽ ഒരു വിദ്യാഭ്യാസ രീതി. ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറുകൊണ്ടും മറ്റു പലതുകൊണ്ടും വളരെ ഉന്നതിയിലാണെങ്കിലും ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സിസ്റ്റം പുറത്ത് ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികൾക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഫ്യൂസ് കെട്ടാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. ഈ വിദ്യാഭ്യാസ രീതി കുറെ മാറേണ്ടതുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം വളരെ ലോകത്തിൽ ലഭ്യമായ ടൂൾസും ടെക്നോളജിയും ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ മേഖലകളിൽ വരുന്ന വിദ്യാർത്ഥികളെ ഏത് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സും സർവീസ് ചെയ്യുന്ന രീതിയിലേക്ക്, വിദ്യാർത്ഥികളെ പാകപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റുക എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒഴിവുള്ള സമയങ്ങളിൽ വളരെ കുറഞ്ഞ അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് വർഷങ്ങളെടുത്ത് പഠിക്കുന്ന തിയറി വളരെ ഷോർട്ടായിട്ട് കുട്ടികൾക്ക് അവർ മനസ്സിലാവുന്ന ഭാഷയിൽ പഠിപ്പിച്ചു കൊടുക്കുകയും അതിനുശേഷം ഫീൽഡിലേക്ക് അവരെ നേരെ സർവീസിംഗ് മേഖലയിലേക്ക് വിടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവർ തിയറി പഠിച്ച ഉടൻ തന്നെ നേരെ സർവീസ് മേഖലയിലേക്ക് പോയി അവരുടെ കയ്യിലേക്ക് ഫാന്, ഹീറ്റർ, വീട്ടിൽ ഉപയോഗിക്കുന്ന അപ്ലയൻസ് മൊത്തം ഞങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ വയറിംഗ്, അതുപോലെ തന്നെ ഓവർ കറണ്ട് ബില്ല്, ഇലക്ട്രിക്കൽ എനി കംപ്ലൈന്റുകൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ നമ്പർ ഇതിനോട് ലാസ്റ്റ് ചേർത്തിരുന്നുണ്ട്. രാജ്യത്തിന് ഉപകരിക്കുന്ന ടെക്നിക്കൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ധാർമ്മിക ബോധമുള്ള രാജ്യസ്നേഹമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് ആദ്യമായി ഒരു രാജ്യത്തുള്ള പൗരബോധം ഉണ്ടായിരിക്കണം. ഒരു രാജ്യത്ത് നീതി നടപ്പാക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ടി ചെയ്തിരിക്കണം, എഞ്ചിനീയർമാരെ കറക്റ്റ് ഡ്യൂട്ടി ചെയ്തിരിക്കണം. നീതി നടപ്പാക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശരിയായ രീതിയിൽ ഒരു നിയമം നടപ്പിലാക്കണം. ഇങ്ങനെ രാജ്യത്ത് അഴിമതി നടക്കാൻ പാടില്ല. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരിക്കലും കൈക്കൂലി വാങ്ങാൻ പാടില്ല. നമുക്കറിയാം, ഇന്ന് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ജനകീയാസൂത്രണ പ്രസ്ഥാനം വന്നപ്പോൾ, ഞാൻ ഒരു റോഡിന്റെ ചെയർമാനായപ്പോൾ എനിക്കറിയാം, ഒരു സിവിൽ എഞ്ചിനീയറിന്റെ എസ്റ്റിമേറ്റ് പരിശോധിക്കാൻ കേവലം 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം മതി. കേവലം വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കുക, ഒരു സ്ക്വയറിന്റെ അല്ലെങ്കിൽ സ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഈ വ്യാപ്തം കണ്ടുപിടിക്കുന്നതിലൂടെ അവനിക്ക് ഈ എസ്റ്റിമേറ്റ് കറക്റ്റ് അവനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രത്തോളം സിമ്പിളായ കാര്യങ്ങൾ പോലും ഉപയോഗിച്ചുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ബിടെക്കും M.Com കഴിയുന്ന വിദ്യാർത്ഥി പുറത്തിറങ്ങുന്ന എഞ്ചിനീയർമാർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ സേവനങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും ഞങ്ങൾ എമർജൻസി ആണെങ്കിൽ ഏത് സമയത്തും ബന്ധപ്പെടാം. എല്ലാ സമയങ്ങളിലും വാട്സപ്പുമായി കോൺടാക്ട് ചെയ്താൽ മതി. ഈ കോൺടാക്ട് ചെയ്തതിലൂടെ നിങ്ങളുടെ വീടുകളിലെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഏതുമാവട്ടെ അത് ഞങ്ങൾ ട്രെയിൻ ചെയ്തെടുത്ത വിദ്യാർത്ഥികൾ നിങ്ങളെ സമീപിക്കുകയും ആ രീതിയിൽ നിങ്ങൾക്ക് സർവീസ് ലഭ്യമാക്കുന്നതാണ്. ഞങ്ങൾ പ്രത്യേകം വെച്ചാൽ, ഞങ്ങൾ വന്നത് കൊണ്ട് നിങ്ങൾ പൈസ ഞങ്ങൾ പേ ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങളുടെ എക്യുപ്മെന്റ്സ് ഏതാണ്, അത് ഓക്കെ ആണെങ്കിൽ, അത് 100% നിങ്ങൾക്ക് ഹാപ്പി ആണെങ്കിൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സർവീസ് ചാർജ് ഈടാക്കുന്നുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.